ഹായ് ഓൾ. അപ്പോൾ നമ്മളെ ഓണം എക്സാമിന്റെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് എവിടെ വരെയാണ് എക്സാക്ട്ലി സിലബസ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ എന്ത് ചെയ്യും, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും ഇക്വേഷൻ ഓഫ് മോഷനും കംപ്ലീറ്റ് ചാപ്റ്റർ എക്സാമിനുണ്ട്. ലോസ് ഓഫ് മോഷൻ, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്നൊക്കെ പറയുന്ന ഈ ചാപ്റ്റർ ഇത് കംപ്ലീറ്റ് ഇല്ല, അത് എവിടെ വരെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല ചാപ്റ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യും, കൂടാതെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്ത് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ട്രെൻഡ്, ഓക്കെ, ടോപ്പിക് വൈസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് ആ ഒരു ട്രെൻഡ്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്ട്രക്ചർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒറ്റ എക്സാം ആയിരുന്നു. ഓക്കെ, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, 40 മാർക്കിന്റെ 1.5 മണിക്കൂറുള്ള എക്സാം ആണ് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാം പാറ്റേൺ അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യും. കൂടാതെ എക്സാം ട്രെൻഡ്, ഏത് ഭാഗത്തുനിന്ന് എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതല്ല. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ചാപ്റ്റേഴ്സ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കംപ്ലീറ്റ് ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ്. കാരണം ഒരു 2.5 ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു 2.25 ചാപ്റ്ററേ ഉള്ളൂ നമുക്ക് ഓണം എക്സാമിന്. ഓക്കെ, അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി റയർ ആയിട്ട് മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി ഡെൻസ്ഡ് ആയിട്ടുള്ള മീഡിയത്തിലോട്ട് വരുമ്പോൾ നോർമലോട്ട് അടുക്കും, ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ 90 ഡിഗ്രിയിലാണെങ്കിൽ റിഫ്രാക്ഷൻ ഉണ്ടാകൂല. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. പിന്നീട് ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ, n=c/v. ഓക്കെ, ഒരു പെർട്ടിക്കുലർ മീഡിയത്തിലുള്ള വെലോസിറ്റി ഓഫ് ലൈറ്റ് കാണാൻ. ഓക്കെ, v=c/n. ഓക്കെ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാ ഇക്വേഷൻ n=c/v വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, അത് പഠിച്ചിട്ട് പോകണം. ഓക്കെ, യെസ്. പിന്നെ ഇതാ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാവർക്കും അറിയുന്നതാണ്. റയർ ആയിട്ട് മീഡിയത്തിൽ നിന്ന് ഡെൻസ്ഡ് ആയിട്ട് മീഡിയത്തിലൂടെ വന്ന് സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആരോ മാർക്ക് ശ്രദ്ധിക്കണം, എവിടുന്ന് എങ്ങോട്ട് പോകുന്നോ അവിടെയാണ് കുറേ ആൾക്കാർ തെറ്റിക്കാറുള്ളത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നീട് നമ്മൾ വരികയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് വീണ്ടും കുറേ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. പിന്നെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, സ്റ്റാർസ് എന്തുകൊണ്ട് ട്വിങ്കിൾ ചെയ്യുന്നു, ഓക്കെ, ആ കാര്യങ്ങളൊക്കെ. അതുപോലെ ഡിലേഡ് സൺസെറ്റ്, അതുപോലെ ഏർലി സൺറൈസ്, ആ കാര്യങ്ങൾ. ഓക്കെ, യെസ്. പിന്നീട് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുന്ന ആൾക്കാർ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ ആംഗിള്. ഓക്കെ, ഇത് പല ആൾക്കാരും മിസ്റ്റേക്ക് വരുത്താറുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ഓക്കെ, അതായത് വാട്ടർ എയർ മീഡിയത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ നമുക്കറിയാം. ഡെൻസറിന് റയറിലോട്ട് പോകുമ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ഇൻസിഡന്റ് ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ വാട്ടറിന് എയറിലോട്ട് പോകുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ 48.6, ആ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ വാട്ടർ എയറിൽ ഇൻസിഡന്റ് ആംഗിൾ 50 എന്നൊക്കെ ആക്കിയിട്ട് തരും, എന്നിട്ട് എന്ത് സംഭവിക്കും എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയണം 48.6 ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. അതിനേക്കാളും കൂടുതൽ വന്നാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നൊക്കെ അറിയണം. ഓക്കെ, അതുപോലെ ഗ്ലാസ് എയർ മീഡിയത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42, ഗ്ലാസ് എയർ മീഡിയ 42, വാട്ടർ എയർ മീഡിയ 48.6. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ കാണുന്നവരെ മറക്കാതെ ആ ആംഗിൾസ് ഓർത്ത് വെച്ചിട്ട് പോകണം. ഓക്കെ, പിന്നീട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഒപ്റ്റിക്കൽ ഫൈബർ, അതുപോലെ മിറാജ് അല്ലേ, മരീചിക എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ, പിന്നീട് ഈ 3 എക്സാമ്പിൾസ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ, പിന്നീട് നമ്മൾ മോഷനോട്ട് വന്നാൽ മോഷൻ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ലെറ്റ്സ് അസസ്, നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ഫുൾ മാർക്കിലോട്ട് എത്തിക്കാൻ ഈ ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, യെസ്. പിന്നെ നമ്മളെ മോഷനിലോട്ട് വന്നാൽ, ഇക്വേഷൻ ഓഫ് മോഷനിലോട്ട് വന്നാൽ നമുക്കറിയാം 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായി എന്ന് അർത്ഥം. ഓക്കെ, മോഷനിൽ അത്രക്കും നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും താഴെ ലെറ്റ്സ് അസസിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യാനില്ല, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനോ ഒന്നുമില്ല. നിങ്ങൾ ആ 3 ഇക്വേഷൻസ് ഓർത്ത് വെക്കുക, പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, യെസ്. പിന്നീട് നമ്മളെ ലോസ് ഓഫ് മോഷനിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിൽ ഈ പാട്ട് കേട്ടോ, ഈ പാട്ട് സിമ്പിൾ ആണ്. ഈ പാട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, മാൻഡേറ്ററി സയൻസ്, കോഷണറി സയൻസ്, ഇൻഫോർമേറ്ററി സയൻസ്. ഓക്കെ, അതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഓക്കെ, ആ കാര്യങ്ങൾ. യെസ്. പിന്നെ നമ്മൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, യെസ്, ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചിട്ടുണ്ട് ഒരു ഓണം എക്സാമിന്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് അസസ് ചെയ്തിട്ട് പോകാം. ഓക്കെ, യെസ്. സ്ലോപ്പ്, ഏരിയ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ, അതിന്റെ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് സ്പീഡ്, ആ കാര്യങ്ങളൊക്കെ.
ഓക്കെ യെസ്. പിന്നെ ലോസ് ഓഫ് മോഷനോട്ട് വന്നാൽ ഇതിൽ വളരെ കുറഞ്ഞ പാർട്ട് മാത്രമേ ഓണം എക്സാമിന് ചോദിക്കാറുള്ളൂ. ഇവിടെ വരെ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ ഈവൻ ലോ ഓഫ് ഇനേർഷ്യ വരെ ചോദിക്കാറില്ല. ഓക്കെ അതായത് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് അത്രേ ചോദിക്കാറുള്ളൂ. ഓക്കെ സോ ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നോക്കുക റിഫ്രാക്ഷൻ. ഓക്കെ റിഫ്രാക്ഷൻ, നമ്മൾ റിഫ്രാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ പിന്നീട് വളരെ ഈസി ആയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ അപ്പോൾ 1 മാർക്കിന് 4 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചോദിക്കാൻ പോകുന്നത്. 1 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 40 മാർക്കാണെന്ന് ആലോചിക്കണം. ഓക്കെ പിന്നീട് 2 മാർക്കിന്റെ 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ ഇവിടെ നോക്കുക വാട്ടറിന്റെ കെരോസിന്റെ ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു ലൈറ്റിന്റെ പാത്ത് ഉണ്ടാവുക എന്നുള്ളത്. ഈസി അല്ലേ? ഓക്കെ ഈസിയാണ് കാര്യങ്ങൾ. ഇവിടെ സ്ലോപ്പ് ആ ഒരു കാര്യങ്ങൾ. ഓക്കെ യെസ്. പിന്നെ ഞാൻ പറഞ്ഞ ബാലൻസ്ഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ ഈ ഒരു പാർട്ട് മാത്രമേ ലോസ് ഓഫ് മോഷൻ ചോദിച്ചിട്ടുള്ളൂ. വളരെ ഈസി ആയിരിക്കും. ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ എന്തെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, ഐ വിൽ ആൻസർ. ഓക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വർഷം എളുപ്പത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ യെസ്. പിന്നീടൊക്കെ ഏതാ നമ്മൾ ചെറിയ ന്യൂമറിക്കൽ v = u + at, s = ut + ½ at square, അതുപോലെ v² = u² + 2s. ആ 3 ഇക്വേഷൻസ് ഓർത്ത് വെക്കണം. ഓക്കെ ബാക്കിയൊക്കെ പ്രോബ്ലംസ് ആണ്. n = c/v ആ ഒരു ഇക്വേഷനും. ഓക്കെ യെസ്. പിന്നീട് നോക്കുകയാണെങ്കിൽ 3 മാർക്കിന്റെ 2 മാർക്കിന് 7 ക്വസ്റ്റ്യൻ ആയിരുന്നു, 1 മാർക്കിന് 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സെക്ഷൻ സിയിൽ നോക്കുക 3 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അപ്പോൾ അതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം ചൂസ് ചെയ്യാൻ. പിന്നീട് 4 മാർക്കിന് 1 ക്വസ്റ്റ്യൻ ഉണ്ടാവും. എഗെയിൻ അതിനും എന്തുണ്ടാവും, ഓർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. ഓക്കെ ഇത് മിക്കവാറും ഈ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ലെറ്റ്സ് അസസ്സുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ ഇൻ ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ ദെൻ യു ആർ റെഡി. ഓക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് n = c/v ഫസ്റ്റ് ചാപ്റ്ററിൽ. രണ്ടാമത്തെ ചാപ്റ്ററിൽ 3 ഇക്വേഷൻ ഓഫ് മോഷൻ v = u + at, s = ut + ½ at square, v² = u² + 2s. ഓക്കെ അപ്പോൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ പ്രാക്ടീസ് ചെയ്യാം, ഇൻ ടെക്സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യാം. എക്സാം വൈസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ വർക്ക് ബുക്കിലെ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോർ ദാൻ ഇനഫ്. ഓക്കെ നമ്മൾ അവിടെ അടിപൊളി ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം, സ്കൂൾ എക്സാം ഈസി ആയിരിക്കും. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. എല്ലാവരും നല്ല സ്കോർ എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.